ഫെബ്രുവരി 10 മുതൽ 15 വരെയുള്ള മീഡിയ വനജീവി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ബാവ മട്ടന്നൂർ. അരിക്കൊതിയൻ അരിശമുള്ളോൻ അപകടക്കാരൻ, അപാരശക്തൻ അജാനുബാഹു അരിക്കൊമ്പനാന, അരിശമുള്ളിൽ അടങ്ങിടാതെ അലറിടും കൊമ്പൻ, അഹന്തയോടെ അതിർത്തി ചുറ്റി അലഞ്ഞിടും നാട്ടിൽ. പട്ടിക്കാട് മണ്ണാർമല ഗ്രാമത്തെ ആശങ്കയിലാക്കി ജനവാസ മേഖലയിൽ വീണ്ടും പുലികൾ എത്തിയതായി നാട്ടുകാർ. നിലമ്പൂർ മാരിയമ്മൻ ദേവീക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞു. ഗോവിന്ദൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞത്. മുണ്ടക്കയം ഈസ്റ്റ് ഇടുക്കി പെരുവന്തനത്തിൽ കുളിക്കാൻ എത്തിയ വീട്ടമ്മയെ കാട്ടാന ചവിട്ടിക്കൊന്നു. കൊമ്പൻപാറ നെല്ലിവിള പുത്തൻ വീട്ടിൽ ഇസ്മായിലിന്റെ ഭാര്യ സോഫിയയാണ് കൊല്ലപ്പെട്ടത്. 44 വയസ്സായിരുന്നു. സുൽത്താൻ ബത്തേരി നൂൽപ്പുഴ കാപ്പാട് ഉന്നതിയിലെ മാനുവിനെ കാട്ടാന തുമ്പിക്കൈ കൊണ്ട് എറിഞ്ഞ് കൊലപ്പെടുത്തി. 40 വയസ്സായിരുന്നു. കാപ്പാട് വനഗ്രാമത്തിലാണ് സംഭവം. തിരുവനന്തപുരം പാലോട് പെരിങ്ങമല പഞ്ചായത്ത് മാടത്തറ ശാസ്താംനട വലിയ പുലിക്കോട് ചതുപ്പിൽ ബാബു കാട്ടാന ആക്രമത്തിൽ കൊല്ലപ്പെട്ടു. 50 വയസ്സായിരുന്നു. വയനാട് മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ ഉരുൾ ദുരന്ത മേഖലയിൽ അട്ടമല ചോലനായ്ക്ക ഉന്നതിയിലെ കറുപ്പൻ ബിന്ദു ദമ്പതികളുടെ മകൻ ബാലകൃഷ്ണനെ ആന തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തിയ ശേഷം തലയിൽ ചവിട്ടി കൊലപ്പെടുത്തി. 27 വയസ്സായിരുന്നു. മട്ടന്നൂർ ചാവശ്ശേരിയിൽ പുലിയെ കണ്ടതായി അഭ്യൂഹം. മറയൂർ മൂന്നാർ റോഡിൽ അക്രമാസക്തനായി പടയപ്പ എന്ന കാട്ടുകൊമ്പൻ. വർഷങ്ങളായി തോട്ടം മേഖലയിൽ കണ്ടുവരുന്ന പടയപ്പ അടുത്ത നാളിലാണ് അക്രമാസക്തനായത്. മൂന്നാർ ദേവികുളത്ത് ഓടിക്കൊണ്ടിരുന്ന കാർ കാട്ടാന കുത്തിമറിച്ചു. തലകീഴായി മറഞ്ഞ കാറിൽ നിന്ന് സഞ്ചാരികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സമീപത്ത് പശുവിനെ കാട്ടാന ആക്രമിച്ചു കൊന്നു. പാമ്പ് കടിച്ചുള്ള മരണത്തിന് 4 ലക്ഷം രൂപ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് സഹായം നൽകും. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ അധ്യക്ഷതയിൽ ചേർന്ന ദുരന്ത നിവാരണ അതോറിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം. കണ്ണൂരിലെ ഏറ്റവും വലിയ വെഡിംഗ് മാൾ ഇനി മട്ടന്നൂർ. ഹാപ്പി വെഡിംഗ് മട്ടന്നൂർ കലാജി.